നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. നായ കുറുകെ ചാടി അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മങ്കട കർക്കിടകത്ത് മരിച്ചത് വെള്ളില സ്വദേശി നൌഫൽ. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരുക്ക്. കോതമംഗലം അയ്യങ്കാവിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽപ്പെട്ടത് 3 കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറും. 6 പേർക്ക് പരുക്ക്. അടിമാലി പീച്ചാട് പ്ലാമലയ്ക്ക് സമീപം കാട്ടാന ചരിഞ്ഞു. പിടിയാനയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം. കോതമംഗലത്ത് കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി. 30 വർഷത്തിന് ശേഷം പിടികിട്ടാപ്പുള്ളി പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് നിരവധി മോഷണ കേസിലെ പ്രതി ജയകുമാർ. പിടികൂടിയത് പാറശാല പോലീസ്. ആഘോഷമായ ആറന്മുള വള്ളസദ്യക്ക് തുടക്കം. ദിവസവും 15 പള്ളിയോടങ്ങൾക്ക് വള്ളസദ്യ. പങ്കെടുക്കുന്നത് 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ. വാർത്തകൾ വിശദമായി നോക്കാം. മങ്കട കർക്കിടകത്ത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. വെള്ളില സ്വദേശി നൌഫലാണ് മരിച്ചത്. റോഡിലേക്ക് അപ്രതീക്ഷിതമായി തെരുവുനായ ചാടിയതിനെ തുടർന്ന് നൌഫൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരുക്ക്. തിങ്കൾക്കരിക്കം സ്വദേശി ജ്യോതിഷിനാണ് പരുക്കേറ്റത്. ജ്യോതിഷി സഞ്ചരിച്ച സ്കൂട്ടറിൽ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജ്യോതിഷ്. കോതമംഗലം അയ്യങ്കാവിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. 6 പേർക്ക് പരുക്കേറ്റു. കോതമംഗലത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. തുടർന്നാണ് മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണിയോടുകൂടി അയ്യങ്കാവ് പ്രദേശത്ത് 5 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഏകദേശം 6ഓളം പേർക്ക് പരിക്കുകൾ പറ്റി ബസോലി ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഈ പ്രദേശം സംബന്ധിച്ചുകൊണ്ട് അടുത്ത കുറേ ദിവസങ്ങളായി അപകടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് 3 കാറും 1 ഓട്ടോറിക്ഷയും 1 സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ അപകടങ്ങൾ പതിവാണെന്നാണ് മുനിസിപ്പൽ കൗൺസിലർ PR ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അടിമാലി പീച്ചാട് പ്ലാമലയ്ക്ക് സമീപം അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. 40 വയസ്സിലധികം പ്രായം കണക്കാക്കുന്ന പിടിയാനയാണ് ചരിഞ്ഞത്. പ്ലാമല റസ്റ്റ്പാറയ്ക്ക് സമീപമാണ് പിടിയാനയെ കഴിഞ്ഞ ദിവസം അവശ്യനിലയിൽ കണ്ടെത്തിയത്. കണ്ണിന് കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവുമുണ്ടെന്ന് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. കാട്ടാനയെ വനം വകുപ്പ് നിരീക്ഷിച്ചു വരുന്നതിന് ഇടയിലാണ് പിടിയാന ചരിഞ്ഞത്. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കുർബാനപ്പാറയിൽ കിണറിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി. കുർബാനപ്പാറയിലെ പുരയിടത്തിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് വനപാലകരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കിണറിടിച്ച് ആനയെ കരയ്ക്കു കയറ്റിയത്. വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന പിടികിട്ടാപ്പുള്ളി പോലീസ് പിടിയിൽ. നിരവധി മോഷണ കേസിലെ പ്രതിയായ പളുകൾ തേരുപുറം സ്വദേശി ജയകുമാറിനെയാണ് പാറശാല പോലീസ് പിടികൂടിയത്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് തുടക്കം. ദിവസവും 15 പള്ളിയോടങ്ങൾക്കാണ് വള്ളസദ്യ നൽകുന്നത്. വള്ളസദ്യയുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് വഴിപാട് വള്ളസദ്യകളിൽ പങ്കെടുക്കുന്നത്. ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ
നിലവിളക്കിന് മുന്നിൽ പാർത്ഥസാരഥിക്ക് 64 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ സദ്യ വിളമ്പിയതോടുകൂടിയാണ് ഈ വർഷത്തെ വഴിപാട് വള്ളസദ്യകൾക്ക് തുടക്കമായത്. രാവിലെ പള്ളിയോടങ്ങളിൽ ക്ഷേത്രക്കടവിലെത്തിയ തുഴച്ചിൽക്കാർക്ക് വെറ്റിലയും പുകയിലയും നൽകി ആചാരപരമായാണ് പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ സ്വീകരിച്ചത്. അഭീഷ്ടകാര്യസിദ്ധി, സന്താനലബ്ധി, സർപ്പദോഷ പരിഹാരം എന്നിവയ്ക്കായാണ് ഭക്തർ വഴിപാട് വള്ളസദ്യ നടത്തുന്നത്. 400-ലധികം വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് വള്ളസദ്യകളിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് കൂറ്റനാട് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരുക്ക്. പ്രദേശവാസികളും വഴിയാത്രക്കാരും ഉൾപ്പെടെ 5 പേർക്കാണ് കടിയേറ്റത്. പരുക്കേറ്റവർ സമീപത്തെ ആശുപത്രികളിലെത്തി ചികിത്സ തേടി. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. കുറച്ചു നാളുകളായി കൂറ്റനാട് ടൗണിലും തൃത്താലയുടെ പരിസര പ്രദേശങ്ങളിലുമായി തെരുവുനായ ശല്യം രൂക്ഷമാണ്. കായംകുളം നഗരസഭാ പരിധിയിലെ 2 ആശുപത്രികൾ സ്വന്തം കെട്ടിടത്തിന്റെ പോരായ്മയെ തുടർന്ന് പ്രവർത്തനം മാറ്റിയതോടെ വാടക ഇനത്തിൽ നഗരസഭ നേരിടുന്നത് ലക്ഷങ്ങളുടെ നഷ്ടം. 30 സെന്റ് സ്ഥലം സ്വന്തമായുള്ള ഹോമിയോ ആശുപത്രി പരിസരം വെള്ളക്കെട്ടായതോടുകൂടിയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നത്. കൊറ്റുകുളങ്ങരയിലെ 100 കണക്കിന് രോഗികൾക്ക് ആശ്രയമായിരുന്നു ഈ ആയുർവേദ ആശുപത്രി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം മാറ്റിയിട്ടിപ്പോൾ ഏതാണ്ട് 2 വർഷത്തിലേറെയായി. ഹോമിയോ ആശുപത്രി OP യൂണിറ്റ് 1 വർഷം മുൻപ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ IP വിഭാഗവും ഇതേ കെട്ടിടത്തിലേക്ക് മാറ്റി. നാട്ടുകാർ പണം സമാഹരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിക്ക് സ്ഥലം വാങ്ങിയത്. OP വിഭാഗം കെട്ടിട നിർമ്മാണത്തിന് MLA ആയിരുന്ന MM ഹസൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും IP കെട്ടിട നിർമ്മാണത്തിന് MP ആയിരുന്ന വയലാർ രവി 20 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. നഗരസഭ മെയിന്റനൻസ് ഗ്രാന്റ് പ്രകാരമുള്ള തുക ചെലവഴിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ആശുപത്രി പരിസരം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്ന് ആക്ഷേപവുമുണ്ട്. കൊറ്റംകുളങ്ങരയിലെ ആയുർവേദ ആശുപത്രി ഇപ്പോഴത്തെ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പുനരുദ്ധരിക്കാൻ ശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലൂടെ 11 kV വൈദ്യുതി ലൈൻ പോകുന്നുണ്ട്. അതിനാൽ മുകളിലത്തെ നിലയുടെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഈ ആശങ്കകൾക്കിടയിലും നഗരസഭ 30 ലക്ഷത്തിലേറെ രൂപയാണ് ആശുപത്രി കെട്ടിടം പുനരുദ്ധരിക്കാനായി ചെലവഴിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. കട്ടപ്പന KSRTC ജംഗ്ഷൻ വെട്ടിക്കുഴിക്കവല റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി റോഡരികിലെ കലുങ്ക. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെടുന്നതായാണ് പരാതി. മുനിസിപ്പാലിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ട് അടിയന്തരമായ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന വെള്ളിയാംകുടി KSRTC ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കുഴി കവലയ്ക്ക് സമീപത്തെ റോഡിലാണ് കലുങ്ക് അപകട ഭീഷണിയായി മാറിയത്. ഈ കലുങ്കിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുമുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലായി 2 അടി വീതിയിലും 6 അടി താഴ്ചയിലുമുള്ള വലിയൊരു ഗർത്തവുമുണ്ട്. ഇതിന് സമീപം കാടുകയറി നിൽക്കുന്നതിനാൽ പലപ്പോഴും വാഹനമോടിക്കുന്നവർക്ക് റോഡ് വക്കിലെ കുഴി കാണാൻ കഴിയാറില്ല എന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. ഇതുപോലെ കെട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കെട്ടില്ലാത്തതുകൊണ്ട് മരുന്ന് ഇന്നാളും 2 പ്രാവശ്യം സ്കൂട്ടുകാരൻ താഴെ പോയി. ഇതിപ്പം 3ാമത് പ്രാവശ്യം. ഇത് കെട്ടില്ലാത്തത് തന്നെ സൈഡ് കെട്ട്. ഈ വളവും ഓവർ സ്പീഡ് വരുമ്പോഴാണ് വളവ് തിരിയാതെ വരുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്ക് കുഴിയിൽ വീണ് ഒരാൾക്ക് പരുക്കേറ്റു. ബൈക്ക് പൂർണ്ണമായും നശിച്ചു. ഈ ഭാഗത്ത് റോഡിന് വീതി കുറവാണ്. 2 വളവുകൾ ചേർന്നുള്ള ഭാഗമായതിനാൽ വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കുക. പൊതുമരാമത്ത് വകുപ്പും മുനിസിപ്പാലിറ്റിയും ഇടപെട്ട് റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. CBSE സൗത്ത് സോൺ സഹോദയ 2025 നീന്തൽ മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച 7ാം ക്ലാസ്സുകാരൻ GH ദേവപ്രയാഗ്. ഗ്രൂപ്പ് 4-ൽ 3 സ്വർണം നേടി വ്യക്തിഗത ചാമ്പ്യനായി ഈ മിടുക്കൻ ഫ്രീ സ്റ്റൈൽ, ബട്ടർഫ്ലൈ, ബ്ലാക്ക് സ്ട്രോക്ക് എന്നീ ഇനങ്ങളിലാണ് സ്വർണം നേടിയത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം SN പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. പാലക്കാട്
വാടാനാം കൃഷിയിലെ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി 4 വർഷം പിന്നിട്ടിട്ടും ഇഴയുന്നതിൽ വലഞ്ഞ ജനം. 10 ദിവസത്തേക്ക് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നത്. വാഹന ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണ്. ഏറെക്കാലത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 1 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ച പാലക്കാട് വാടാനം കൃഷി റെയിൽവേ മേൽപ്പാല നിർമ്മാണം 4 വർഷം കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ്. ഇതോടെ പ്രദേശത്തെ റോഡുകൾ തകരുകയും ദൈനംദിനം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയുമാണ്. കൂടാതെ വാഹന അപകടങ്ങളും നിത്യസംഭവം. പല ബസ്സുകളുടെ ബാക്ക് പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഈ കുഴികളിൽ ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ അടി തട്ടിയിട്ട് സ്കൂൾ കുട്ടികളെ കയറ്റണം. ഒരു സ്റ്റോപ്പിൽ വരെ നിർത്താതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ കയറ്റിയിട്ട് സമയത്ത് ഇത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഏറെക്കാലത്തെ സമരത്തിനൊടുവിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രധാന പാതയിൽ മന്ദഗതിയിലാണ് ജോലികൾ നടക്കുന്നത്. 2 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടവർ 20-ലധികം കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഈ സാഹചര്യത്തിലാണ് കാൽനട യാത്രക്കാരെയും ചെറുവാഹനങ്ങളെയും കടത്തിവിടണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. സർവീസ് റോഡിന്റെ നിർമ്മാണത്തിനായി 10 ദിവസം പാത പൂർണ്ണമായും അടച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളും വയസ്സായവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമാകും. നിലവിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. മഴയുള്ള സമയത്ത് ജനങ്ങൾക്കിത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇവർ ഒരു പണിയെടുക്കില്ല. ഇപ്പോൾ 2 ദിവസം അവധി കിട്ടി. ആ 2 ദിവസം അവധിയിലൂടെ ഒരു പണി നടന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ മൊത്തം അടങ്ങറായി. രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റിയിട്ടില്ല. പല കുട്ടികളും ഇന്ന് നടന്നു പോകുന്നത് ഞങ്ങൾ എത്ര രണ്ടാമത്തെ ചാലി വരുമ്പോൾ വഴിയിൽ കണ്ടതാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കിഫ്ബി വഴി 34 കോടി രൂപ ചിലവഴിച്ചാണ് വാടാനം കൃഷി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഷിരൂർ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ അർജുൻ മലയാളികൾക്ക് എന്നും തീരാ നോവാണ്. അർജുന്റെ പേരിനൊപ്പം കൂട്ടിവായിക്കപ്പെട്ട പേരാണ് കോഴിക്കോട് സ്വദേശി മനാഫിന്റേതും. സഹോദര തുല്യം സ്നേഹിച്ചവന്റെ വേർപാടിന്റെ ഓർമ്മയിൽ നെഞ്ചു പിടയുന്നുണ്ട് മനാഫിനിപ്പോഴും. ഒരു മനുഷ്യജീവൻ മണ്ണിൽ പുതഞ്ഞ ദിവസങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ കണ്ണു നിറയുന്നുണ്ട്. അർജുൻ ഓർമ്മയായിട്ട് 1 വർഷമാകുമ്പോൾ ഗംഗാവലിപ്പുഴയുടെ തീരത്തേക്ക് ഒരിക്കൽ കൂടി മനാഫ് എത്തുകയാണ്. ഷിരൂർ ദുരന്തത്തിന് 1 വയസ്സാകുന്നു. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് അന്ന് നടന്നത്. ഒരുപാട് ആളുകളുടെ പ്രയത്നം ഇതിനു പിന്നിലുണ്ട്. അത് എടുത്തു പറയേണ്ടത് KC വേണുഗോപാലാണ്. അതുപോലെ തന്നെ കർണാടക സർക്കാരാണ്. ഒപ്പം ഒരുപാട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും. എന്തായാലും അർജുൻ്റെ കുടുംബവും ഇവിടെ തങ്ങി നിന്ന് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഏതായാലും നമ്മോടൊപ്പം ഇതിലേറ്റവും മുഖ്യ പങ്ക് വഹിച്ച ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, മനാഫാണ്. ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. അന്ന് നമ്മളെല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ഭീകരമായ ഒരു കാലാവസ്ഥയായിരുന്നു. തുടക്കത്തിൽ നമ്മൾ ആരും ഇല്ലേനു കൂടെ. ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട ഒരു ഇത്. നമ്മൾ ലോറി ഇവിടെ ഇല്ലയെന്നും നമ്മളൊരു എന്താ പറയുക, ഒരു തിരസ്കരിക്കുന്ന ഒരു മനോഭാവമായിരുന്നു ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ. പിന്നീട് പോകെ കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായത് കാരണം ചാനലുകളെല്ലാം എത്തും. ചാനലും മറ്റുള്ള എല്ലാം ആയപ്പം എന്തായി പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഐതിഹാസിക ഒരു പോരാട്ടം തുടങ്ങുകയും ചെയ്തത്. ഇവിടെ നിൽക്കുമ്പം മനസ്സിന് വല്ലാത്തൊരു വിഷമമുള്ള ഒരു സമയമാണിത്. 1 കൊല്ലമായി എന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് 1 കൊല്ലമായത് എന്നുള്ള ആലോചിക്കുകയാണ്. ഇന്നേ വരെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മനുഷ്യനും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ ഒരു ഭൂമിയിലാണ് നടന്നത്. അതൊരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ്. മലയാളികളുടെ ഒറ്റക്കെട്ടായതിൻ്റെ ഫലമാണ്. മലയാളികൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് അർജുനെ കിട്ടിയത്. ഒരുപാട് അടിയും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് വിഷമമുണ്ടായ ഒരു ഭൂമിയിലാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ഇപ്പം ഇങ്ങനെ ഓരോന്ന് മനസ്സിലിങ്ങനെ മിന്നി മാഞ്ഞി വരികയാണ്. ഇവിടെ ഉള്ള ഓരോ ഘട്ടത്തിലും നമ്മളെ തെരച്ചിലിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ രണ്ടാമത് ഇത് തെരച്ചിൽ തുടരണം എന്നുള്ളത് ഒരു മനുഷ്യന് കഴിയാവുന്നതിൻ്റെ പരമാവധി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ
ഒരാളെ പേര് പറയുന്നതിനെക്കാട്ടും ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മലയാളി ചാനലുകൾ, മനുഷ്യർ, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ. ഇന്ത്യയിൽ ഇത്രമാത്രം ഫെസിലിറ്റികൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയത് ഇത് മാത്രമാണ്. ഇന്ത്യയിൽ നമ്മൾ മനുഷ്യരെല്ലാവരും കേൾക്കണ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തി. ഒരു സമയത്ത് മിലിറ്ററി, നേവി, NDRF, SDRF ഇനിയൊന്നുമില്ല, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ച് തെരഞ്ഞിട്ടും കിട്ടാതെ 72 ദിവസം അതിനുശേഷം നമുക്ക് ഇവനെ കിട്ടുക. ഭയങ്കര മനസ്സിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായ ഈ 72 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നരകയാതനയിനും ഇവിടുത്തെ കാലാവസ്ഥ, പുറത്തുള്ള കുത്തുവാക്കുകൾ പലതും അനുഭവിച്ചിട്ടാണ് ഈ 72 ദിവസം കടന്നുപോയത്. ഈ ഒരു സംഭവം കഴിഞ്ഞ് നാട്ടിലെത്തി ഒരുപാട് പ്രയാസങ്ങൾ അതിനുശേഷം അനുഭവിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ ദിവസം വരെ ഞാനൊരു സമാധാനം എന്താന്നുള്ള അറിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരു വിഷയത്തിൽ എന്തായാലും സമാധാനമുണ്ട്. നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിന്, കേരളം മലയാളികൾ മൊത്തത്തിൽ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോഴും പല കേസുകളും പല തരത്തിലുള്ള പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ വിഷയത്തിൽ. മറ്റൊരു കാര്യം, ഈ തുടക്കം മുതലേ നമ്മളിവിടെ ഉണ്ടായി വരുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അർജുനെ കണ്ടെത്താൻ സാധിക്കും, ലോറി കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയാണ് മനാഫ്. അത് വലിയൊരു ഉറപ്പായിരുന്നു. അത് ഏറ്റവും ഒടുവിലാണ് അത് സാധിക്കുകയും ചെയ്തു. അതെങ്ങനെയാണ് ആ തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു വിശ്വാസം മനാഫിനുണ്ടായത്? അതിപ്പോഴും എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എൻ്റെ ഉള്ളിൽ ആരോ എന്നോട്, ഞാൻ ഈ ലോറി പൊന്തിക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻ്റ് ആണ് അർജുൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ആ ലോറി നോക്കാതെ തിരിഞ്ഞു നിന്ന് പറഞ്ഞ ആളാണ്, അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട്, നോക്കിക്കാളിന്ന്. എന്നിട്ട് പോലും ഈ ഡഡ്ജറിൻ്റെ മുതലാളി അതിൻ്റെ ഉള്ളിൽ പരിശോധിച്ചിട്ട് പറഞ്ഞ് അർജുനില്ലാന്ന്. അപ്പോഴും ഞാൻ ആ ഉച്ചത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ശരിക്കും ഒന്ന് തപ്പി, അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ടാവും. അതേമാതിരി തന്നെ സംഭവിച്ച്. ഞാൻ അത് ആരും എന്നെക്കൊണ്ട് പറയിപ്പിച്ചെന്നുള്ള അറിയില്ല. ആ സമയങ്ങളിൽ എന്നെ ഉറങ്ങാതെ വേട്ടയാടിയ ഒരു സ്വപ്നം ഇനി അത് ഒരു വിശ്വാസമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ന്യൂസ് 18നോടും പറയാനുള്ളത്, ആദ്യം മുതലേ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ നിന്നതിനോണ്ട്, അതുമാത്രമല്ല നമ്മളെല്ലാവരും പറഞ്ഞതിൻ്റെ ഒരു കാര്യമാണ്, ന്യൂസ് 18 അടക്കമുള്ള ആളുകൾ പറഞ്ഞാണ് ജഗന്നാഥൻ്റെ കടൻ്റെ പിന്നിൽ പരിശോധിക്കണം എന്നുള്ളത്. അവസാനം അവിടുന്ന് തന്നെ കിട്ടി. കേരളത്തിലെ ചാനലുകളായ എല്ലാ ചാനലിനോടും എനിക്ക് അത്രയും കടപ്പാടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ, ഇപ്പം ബൈജേട്ടനായാലും ഇവിടെ ആ ദിവസങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിൽ മഴ, വെയിൽ, ഈ മഴകളൊക്കെ കൊണ്ടിട്ട് സുഖമില്ലാതായിട്ട് പോലും നിങ്ങൾ ചാനലുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന്, അതൊരു എന്താ പറയുക, മലയാളത്തിൽ ഇന്ന് വരെ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു ഐതിഹാസിക ഒരു പോരാട്ടം തന്നെയും. ഞാൻ ഒരാൾ പോരാടിയെന്നല്ല, നമ്മൾ കേരളം മൊത്തം നിന്ന് ഒരാൾക്കും വേണ്ടി പോരാടിയത്. തുടക്കത്തിൽ ഉണ്ടായ ഒരു ആക്ഷേപം, അത് മനാഫിന് വേണ്ടത് അർജുനല്ല, ലോറിയാണ്. എന്താണ് ആ ലോറിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ? ലോറി ഞാൻ അന്നേ പറഞ്ഞതാണ്, ആ ലോറി പൊന്തിച്ച പാടന്നെ ആ ലോറി അവിടെ തന്നെ ഇട്ടാളാണ്. നമുക്ക് ആ ലോറി ആകെ ഉള്ളത് ഒരു 48 ലക്ഷം റുപ്യൻ്റെ ലോറിയാണ്. ആ ലോറിനെക്കാട്ടും എത്രയോ വില മതിക്കുന്നതാണ് അതിലെ ജീവനക്കാരൻ. അദ്ദേഹത്താണ് ഏറ്റവും വലുത്. അതിന് ഇതൊരു ഘട്ടത്തിൽ ശിരൂര് ദൗത്യം ഡഡ്ജറിന് 1 കോടി റുപ്യ ചിലവാകുന്നു. കർണാടക ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം കൂടിയിട്ട് 1 കോടി റുപ്യ അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഞാൻ എൻ്റെ സ്വന്തം വീട് പോലും വിറ്റിട്ട് 1 കോടി റുപ്യ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത്രയും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ജനങ്ങൾക്ക് പിന്നീടുള്ള
ചില ആളുകൾക്ക് 1 കോടി റുപ്യേനേക്കാളും വില മതിക്കുന്ന എന്തോ ഒന്ന് ഇതിലുണ്ട് എന്നുള്ളതായി. ഞാൻ വിചാരിച്ചു അതോട് കൂടിയിട്ട് ആ ആരോപണങ്ങളൊക്കെ നിൽക്കുന്നു. പിന്നീട് 1 കോടിനേക്കാളും വില മതിക്കുന്ന എന്തോ ഉണ്ട് എന്നുള്ളതായി. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവന് 1000 കോടിനേക്കാളും വില മതിക്കും എന്നുള്ളത് ഇപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾക്കിപ്പോൾ ആ ലോറി നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ ഒരുപാട് കാലം ഇവിടെ കിടന്ന് ഈ റോഡ് തടസ്സപ്പെടുത്തി അതിൻ്റെ പേരിലും കേസിൻ്റെ പേരിലുണ്ട്. ഇപ്പം ആ ലോറി കൊണ്ടുപോയിട്ട് ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതൊരു ഓർമ്മയാണ്. അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ നന്നാക്കിയിട്ട് അതേമാതിരി തന്നെ ആക്കിയിട്ട് ഇനി തിരിച്ച് ഇറക്കണം. അതിന് എന്താ പറയുക, പുതിയ ലോറി വാങ്ങണേക്കാട്ടും ചിലവുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർമ്മകൾ ആണ് ആ ലോറി. അത് ഒരുപാട് കാലം ഇനിയും ഈ റോഡുകളിലൂടെ ഓടണം. ഇപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ തീരത്താണുള്ളത്. അർജുനെയും ലോറിയും ലഭിച്ച ആ സ്ഥലത്താണുള്ളത്. ഏറ്റവും അവസാനമായി വൈകാരികമായി തോന്നുന്ന ഒരു ബന്ധം എന്താണ്? എൻ്റെ മരണം വരെ ഈ ഗംഗാവലി പുഴ ഞാനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ശിരൂരിൽ ഞാൻ നിന്ന ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഗംഗാവലി പുഴയോട് പറയലുണ്ട്. ഞാൻ ഒരു ശത്രുവായിട്ട് കണ്ടതേനു ഗംഗാവലി പുഴയോട്. ഗംഗാവലി പുഴയിൽ എപ്പോഴും ഞാൻ പറയും, ഇന്ന് ഗംഗാവലി പുഴ ജയിച്ച്. കാരണം ഇന്ന് അർജുനെ കിട്ടിയില്ല, പക്ഷെ ഞാൻ നാളെ വീണ്ടും വരും. അങ്ങനെയുള്ളൊരു പോരാട്ടേന്. ഒരു ദിവസം ഗംഗാവലി പുഴയോട് ഞാൻ പറഞ്ഞ് ഇന്നത്തോടു കൂടി അർജുനെ കിട്ടി, നമ്മൾ ജയിച്ച്. ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഹൃദയഭേദകമായ ഒരു മൂമെൻ്റാണ്. ഈ ഇതിലുള്ള ഒരു കല്ല് പോലും ഞാൻ ചവിട്ടാത്തതുണ്ടാവില്ല. ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചില അപകടങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും. അർജുൻ്റെ വീട്ടുകാർക്ക് ഒരു എന്താ പറയുക, മകനെ നഷ്ടപ്പെട്ട് അതൊന്നും നമുക്ക് എത്ര പണം കൊടുത്താലും തിരിച്ച് അവർക്ക് കൊണ്ടു കൊടുക്കാൻ കഴിയൂല. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമ്മളെ ജീവിതവും താറുമാറായി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അനാസ്ഥ മൂലമാണ്. ആരോ ചെയ്ത തെറ്റിനാണ് ഇപ്പം ഈ ഇങ്ങനെ അനുഭവിക്കുന്നത്. നിരന്തരം ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള എന്താ പറയുക, അശാസ്ത്രീയപരമായ റോഡ് നിർമ്മാണം നമ്മളെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജീവിതം കുട്ടിച്ചോറാക്കും. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും മനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരുടെയൊക്കെ അനാസ്ഥ കൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് 11 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. ഇനിയും ഇതുവഴി അപകടം പതിയിരിക്കുന്നുണ്ട്. ഏതായാലും മനാഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മകളാണ് ആ സമയത്ത് ഉള്ളത്. ശിരൂർ ഗംഗാവലി പുഴയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്ത് മരക്കൊമ്പൊടിഞ്ഞു വീണ് പരുക്കേറ്റ് ചികിത്സയിലിരുന്ന കൊല്ലം സ്വദേശി മരിച്ചു. പരവൂർ നെടുങ്ങോലം സ്വദേശി സുനിലാണ് മരിച്ചത്. 1.5 മാസം മുൻപ് മകളുടെ ചികിത്സയ്ക്കായി SAT ആശുപത്രിയിൽ പോയപ്പോഴാണ് അപകടമുണ്ടായത്. സ്പൈനൽ കോഡിന് ഗുരുതര പരുക്കേറ്റ സുനിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടു. അനുകൂല കാലാവസ്ഥയിൽ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും സംയുക്തമായാണ് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. തൈ നടലിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടിരിക്കുകയാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും. അനുകൂല കാലാവസ്ഥയിൽ സംയുക്തമായാണ് അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. തൈ നടീലിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ T. ഉമ്മർ കോയ ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് 3 ഹെക്ടർ സ്ഥലത്ത് വണ്ടൂർ പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളൊരു 50,000-ഓളം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഇവിടെ ഒരു 20,000-ഓളം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പലതരത്തിലുള്ള ചെണ്ടുമല്ലി കൃഷിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ എല്ലാ പിന്തുണയും ഇതിനുണ്ട്. ഈ ഒരു ഉദ്യമം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം, പേരിനുള്ള ഒരു തൊഴിലിന് അപ്പുറത്ത് രാവിലെ 8 മണിക്ക് എത്തിക്കൊണ്ട് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയും ജോലി ചെയ്തിട്ട് ഒഴിവുവേളകൾ അവരുടെ ചായയും ചോറും ഒക്കെ തിന്നുന്ന സമയം വളരെ കുറച്ചുകൊണ്ട് മുഴുവൻ സമയത്തും അവരുടേതായ ഒരു കൃഷിയായിട്ടാണ് അവർ ഈ കൃഷി സ്ഥലത്തെ കാണുന്നത്. കയർ പിടിച്ചൊക്കെ നട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് അവരിവിടെ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. വെള്ളയും മഞ്ഞയും ഗോൾഡും നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അത്തത്തിന് 4 ദിവസം മുമ്പ് വിളവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷത്തോളം ചെലവിലാണ് പൂകൃഷി. ന്യൂസ് 18 തിരൂർ. തൃത്താലയിലെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിൽ ആശങ്ക. വഴിയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടെ തെരുവുനായ്ക്കളുടെ വർധനയെന്നാണ് നാട്ടുകാരുടെ പരാതി.
തൃത്താലയുടെ വിവിധ പ്രദേശങ്ങളിലാണ് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി വരുന്നത്. പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും ഗോഖലെ സ്കൂളിലേക്ക് പോകുന്ന റോഡിലെ സ്ഥിരം കാഴ്ചയാണ് ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭയന്നാണ് യാത്ര ചെയ്യുന്നത്. വളർത്തുനായ്ക്കളെയും മറ്റ് മൃഗങ്ങളെയും തെരുവുനായ ആക്രമിക്കുന്നതും പതിവാണെന്നാണ് പരാതി ഉയരുന്നത്. തെരുവുനായ്ക്കൾ ശല്യമായി മാറിയതോടെ പ്രഭാത സവാരിക്ക് ഇറങ്ങാനും ആളുകൾ മടിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളുടെ മുന്നിൽ നായ്ക്കൾ ചാടി അപകടവും നിത്യസംഭവമാണ്. അലക്ഷ്യമായുള്ള മാലിന്യം തള്ളൽ തെരുവുനായ ശല്യം രൂക്ഷമാക്കുന്നുണ്ട്. ABC പ്രോഗ്രാം കാര്യക്ഷമമായി നടപ്പാക്കുക എന്നതാണ് പോംവഴിയെന്നിരിക്കെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് 18 പട്ടാമ്പി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച അധികൃതർ. നിലവിൽ സർവീസ് റോഡിന് അനുമതിയിൽ നിന്നും വാഹനങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് റോഡിന് അനുമതി നൽകാത്തത്. മലപ്പുറം വളാഞ്ചേരി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വട്ടപ്പാറയിൽ സർവീസ് റോഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം. സർവീസ് റോഡ് പ്രാവർത്തികമായാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമെന്ന സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമുള്ളത്. വട്ടപ്പാറയിൽ നിന്നും താഴേക്കിറങ്ങുന്ന സമയം വാഹനങ്ങൾക്ക് വേഗത കൂടാൻ ഇടയാകുമെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് നിഗമനം. ദേശീയപാത അധികൃതർക്ക് നാട്ടുകാർ റോഡുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ നൽകിയിരുന്നു. കൂടാതെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ കൂരിയാട്ടെ അപകടത്തിന് ശേഷം നിർമ്മാണ കമ്പനി പല ഭാഗങ്ങളിലും റോഡിന്റെ പണികൾ സൂക്ഷ്മമായാണ് ചെയ്തു വരുന്നത്. മണ്ണിന്റെ ഗതിയിലെ വ്യത്യാസമാണ് സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്ന് സ്ഥലം സന്ദർശിച്ച പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ അനവധിയുള്ളതുകൊണ്ടാണ് സർവീസ് റോഡ് നിർത്തലാക്കാൻ കാരണമെന്നുമാണ് പ്രൊജക്ട് നൽകുന്ന വിവരം. എന്നാൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. ഇപ്പോൾ ഈ ഓണിയൽ പാലത്തു നിന്നുള്ള ആക്സസ് നിന്നും ആ ഒരു റോഡിലൂടെ മാത്രമാണ്. വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് റോഡിന് ഉപരിയായിട്ട് പെരിന്തൽമണ്ണ റോഡ് അതുപോലെ പട്ടാമ്പി റോഡ് എന്നുള്ള ലേക്ക് വളാഞ്ചേരിയിലോട് ഇറങ്ങേണ്ട ഒരു ആക്സസ് കൂടിയാണ് ഈ സർവീസ് റോഡ് എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര സന്നാഹവുമായിട്ട് ഈ ആക്ഷൻ സമിതി മുന്നോട്ട് പോകും. ഹൈവേ അധികൃതരുമായും നിർമ്മാണ കമ്പനിയുമായും ചർച്ചകൾ നടത്തി പുതിയ ഡിസൈൻ തയ്യാറാക്കുന്ന സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴും കൂരിയാട് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ തീരുമാനമെടുത്ത് പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 തിരൂർ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. അപർണ കുറിപ്പ് ചേരും.